ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ രാവിലെ 4:30 ആകുമ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചായയൊക്കെ കറണ്ട് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. 6 മണിക്കാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇതന്നെ കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൽ, പിന്നെ മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ലേ കേട്ടോ, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണേ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മക്കൾ അങ്ങനെ അത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചാൽ പോലെ അങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചായക്കുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കിച്ചണത്തെ പണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓൾക്ക് എപ്പോഴും വീട്ടിൽ പണിയാവില്ല. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ നമ്മളെ ഈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ മക്കളൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടെന്നൊന്ന് പണി ഒരുങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചായയായി, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ പോവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ കുറച്ച് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഡ്യൂട്ടി ഉള്ളത് 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുഡൊക്കെ കൊണ്ട് 6 മണിക്ക് തന്നെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 7:00 ആവും കേട്ടോ കുറച്ചൊക്കെ തിരക്കൊക്കെ വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാനിതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലാബ്. അപ്പോൾ ചെറിയ ലാബാണ്. അപ്പോൾ ഞാനിതാ മെഷീനൊക്കെ ഓണാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്കായപ്പോൾ ഒരു ഐസ് വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു. അപ്പം അങ്ങനെ ഞാനിത് ഒരു ഐസൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അസർ നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മളെ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ അവിടെ അടുപ്പത്ത് വേവുന്നുണ്ട്. പിന്നെ ഞാനിതാ കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ചോറ് അടുപ്പത്ത് വേവുണ്ട്. അപ്പോൾ ചോറ് വേകുമ്പോഴത്തേന് ഞാനിതാ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വൈതനങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു മാങ്ങ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ചിരകി വെച്ചതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വൈതനങ്ങ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കുക്കിങ്ങിൻ്റെ പരിപാടി പെട്ടെന്ന് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വേകുമ്പോഴത്തേന് കൂട്ടാൻ്റെ പരിപാടി അതൊക്കെ കഴിച്ചാൽ നമുക്ക് അധിക സമയം നമ്മൾ കിച്ചണിൽ നിൽക്കേണ്ടി വരില്ല അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങൊക്കെ തീർത്തിട്ട് പോകാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വഴുതനങ്ങയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാടൻ വഴുതനങ്ങയാണ് കേട്ടോ. അപ്പം വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി ഇഷ്ടമല്ലാത്തവരുണ്ടോ? അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ചെറുള്ളിയോ വെള്ളിയുള്ളിയോ ഒക്കെ വാട്ടിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കൂട്ടാൻ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മളെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്യലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചോറൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വേഗം തന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണേ. പിന്നെ ഞാനിതാ ഈ അടുപ്പത്ത് തന്നെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ നല്ല പോലെ തന്നെ കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് പപ്പടമൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ധൃതിയുള്ള സമയത്തൊക്കെ പിന്നെ ഞാൻ ഗ്യാസുമ്മ തന്നെ വെക്കല് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ അർജൻറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഈ എണ്ണയിൽ തന്നെ ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വലിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയുള്ളി ചേർത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവില്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ ചെറിയ ചെറിയുള്ളി ആയിട്ടുള്ളത്. അപ്പോൾ അത് തൊളിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വലിയുള്ളി വെച്ചിട്ട് തന്നെ കേട്ടോ ഉപ്പേരി റെഡിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിച്ചതൊക്കെ ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെല്ലുള്ളിയൊക്കെ വാടി വന്നപ്പോൾ പിന്നെ ഞാനിതിലേക്ക് നമ്മളെ വഴുതനങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കാതെ ചെറിയ തീയിൽ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഈ വഴുതനങ്ങ കൂട്ടാനിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്കാണ് പച്ചമുളക് ഉപ്പിട്ടിട്ട് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പരന്നതൊക്കെ നമ്മൾ അപ്പം തന്നെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാത്രം കഴുകലും അതേപോലെ തന്നെ ഇങ്ങനെ തുടക്കാനുള്ളതൊക്കെ തുടച്ചെടുക്കലും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ ആവിയിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചമ്മന്തിക്കുള്ള മുളക് പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവൂലേ. അതേപോലെ തന്നെ ചമ്മന്തിക്കായാലും മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുളക് പൊടിയൊക്കെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ മാങ്ങ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിക്ക് അധികം കയ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചനച്ചിട്ടുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ അതിലേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാങ്ങയും മുളക് പൊടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ മുളക് പൊടി മാങ്ങയും ഉപ്പിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഒപ്പിട്ടിട്ടും അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ അരച്ചെടുക്കൽ. അപ്പോൾ ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ഇടുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉണക്കമീനൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ പിന്നെ തേങ്ങ ഇട്ടിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ പഴുത്തതായാലും അതേപോലെ തന്നെ പച്ചയായാലും ഒക്കെ ഉണ്ടാവൂലേ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ മാങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ താത്ത കൊണ്ടുവന്നരലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ രാത്രിയിലത്തെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ നമുക്കിത് രാത്രിക്കത്തെ ചോറിന് ഈ ഒരു ചമ്മന്തി പിന്നെ പപ്പടവും പിന്നെ നമ്മൾ വഴുതനങ്ങ ഉപ്പേരിയും പിന്നെ രാവിലത്തെ കുറച്ച് ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ മക്കൾക്ക് അങ്ങനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഈ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടായാൽ പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ചോറൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് നല്ല ചൂടുള്ള ചോറും അതേപോലെ തന്നെ ചൂടുള്ള ഉപ്പേരിയും പിന്നെ പപ്പടവും പിന്നെ നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ ഒന്ന് ഈ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതേപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.